Hi friends, welcome back to my channel. Do you have any difficulty in speaking English? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നവർക്കും തുടക്കക്കാർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വേർബ് ഉപയോഗിച്ചാണ്. ടെൽ, പറയുക. ഇത് ഉപയോഗിച്ചിട്ട് പല സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളൊരു വേർബ് എടുക്കുക, നിങ്ങൾ ഓരോ സിറ്റുവേഷനിലും ഇത് സ്ട്രക്ചർ ഉണ്ടാക്കി പഠിക്കുക, ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. ഇനി നിങ്ങൾക്കിത് എങ്ങനെയാണ് സ്ട്രക്ചർ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ടെൻസ് എന്നുള്ള വീഡിയോ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുകയാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു, എങ്ങനെ പറയും? ഐ ടെൽ, ഐ ടെൽ, ഞാൻ പറയുന്നു. ഇനി ഞാൻ പറയുന്നില്ല, എങ്ങനെയാ? ഐ ഡോണ്ട് ടെൽ, ഐ ഡോണ്ട് ടെൽ. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഞാൻ പറയാറില്ല. അപ്പോൾ ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ഐ ഡോണ്ട് ടെൽ, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. സിമ്പിൾ. ഈ ഓക്സിലറി ഫസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഡു, then സബ്ജക്റ്റ് വയ്ക്കുക. ഡു ഐ ടെൽ, ഞാൻ പറയാറുണ്ടോ? ഡു ഐ ടെൽ, ഞാൻ പറയാറുണ്ടോ? ഇനി ഞാൻ പറയാറില്ലേ ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വെച്ച് കൊടുത്താൽ മതി. ഡുവിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഡോൺ ഐ ടെൽ, ഡോൺ ഐ ടെൽ, ഞാൻ പറയാറില്ലേ. അപ്പം ഞാൻ പറയുന്നു, ഐ ടെൽ. ഞാൻ പറയുന്നില്ല, ഐ ഡോണ്ട് ടെൽ. ഞാൻ പറയാറുണ്ടോ? ഡു ഐ ടെൽ. ഞാൻ പറയാറില്ലേ? ഡോണ്ട് ഐ ടെൽ. ഓക്കെ, നോക്കൂ. ഇനി ടെൽ വെച്ചിട്ട് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് പറയാം. പാസ്റ്റ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വരും? ടെല്ലിൻ്റെ പാസ്റ്റ് ടോൾഡ് ആണ് അല്ലേ. ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടു എന്നാണെങ്കിലോ ഐ സോ. ഞാൻ എഴുതി എന്നാണെങ്കിലോ ഐ റോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നെഗറ്റീവ് വെച്ച് കൊടുത്താൽ മതി. ഐ ഡിഡ്ന്റ് ടെൽ. ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിഡ്ന്റ്. ഐ ഡിഡ്ന്റ് ടെൽ, ഞാൻ പറഞ്ഞില്ല. പാസ്റ്റ് നമ്മൾ വെക്കുന്ന ഒരു ഓക്സിലറിയാണ് ഡിഡ് കേട്ടോ. ഐ ഡിഡ്ന്റ് ടെൽ, ഞാൻ പറഞ്ഞില്ല. ഡിഡിന് ശേഷം നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഐ ഡിഡ്ന്റ് ടെൽ. ഞാൻ എഴുതിയില്ല, ഐ ഡിഡ്ന്റ് റൈറ്റ്. ഞാൻ കണ്ടില്ല, ഐ ഡിഡ്ന്റ് സീ. ഓക്കെ, ഞാൻ പറഞ്ഞോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിഡ് എന്നുള്ള ഓക്സിലറീനെ ഫസ്റ്റ് വെച്ച് കൊടുക്കുക, ദെൻ സബ്ജക്റ്റ് വയ്ക്കുക. ഡിഡ് ഐ ടെൽ, ഞാൻ പറഞ്ഞോ എന്നായി. ഡിഡ് ഐ ടെൽ, ഞാൻ പറഞ്ഞോ. അപ്പോൾ ഞാൻ കണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഐ സീ, ഞാൻ കണ്ടോ. ഞാൻ എഴുതിയോ? ഡിഡ് ഐ റൈറ്റ്. ഞാൻ പോയോ? ഡിഡ് ഐ ഗോ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വരും. അവിടെ ഒരു നെഗറ്റീവ് വെച്ച് കൊടുത്താൽ മതി. ഡിഡിന് ശേഷം ഡിഡ്ന്റ് ഐ ടെൽ, ഞാൻ പറഞ്ഞില്ലേ. ഡിഡ്ന്റ് ഐ ടെൽ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ടോൾഡ്. ഞാൻ പറഞ്ഞില്ല, ഐ ഡിഡ്ന്റ് ടെൽ. ഞാൻ പറഞ്ഞോ? ഡിഡ് ഐ ടെൽ, ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? ഡിഡ്ന്റ് ഐ ടെൽ. നോക്കൂ, ഇതിനെ നമുക്കിനി ഫ്യൂച്ചറാക്കാം. ഞാൻ പറയും. അപ്പോൾ എങ്ങനെയാണ്? ഫ്യൂച്ചറിൽ നമ്മൾ വയ്ക്കുന്നതാണ് വിൽ. ഐ വിൽ, പറയുക, ടെൽ അല്ലേ. അപ്പോൾ വില്ലിന് ശേഷം നമ്മളെപ്പോഴും വേർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കുക, ടെൽ. ഐ വിൽ ടെൽ, ഞാൻ പറയും. ഞാൻ കാണും, ഐ വിൽ സീ. ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ. ഞാൻ ഉറങ്ങും, ഐ വിൽ സ്ലീപ്പ്. ഓക്കെ, ഇനി ഞാൻ പറയില്ല. അപ്പം നെഗറ്റീവ് വയ്ക്കുന്നു. ഐ വോണ്ട് ടെൽ, ഞാൻ പറയില്ല. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. ഞാൻ പറയില്ല, ഐ വോണ്ട് ടെൽ. ഇനി ഞാൻ പറയുമോ. അപ്പോൾ എന്ത് ചെയ്യാം? ഓക്സിലറിനെ ഫസ്റ്റ് വെച്ച് കൊടുക്കുക, വിൽ. സബ്ജക്റ്റ് വയ്ക്കുന്നു, വിൽ ഐ ടെൽ, ഞാൻ പറയുമോ. അപ്പോൾ ഞാൻ കാണുമോ? വിൽ ഐ സീ. ഞാൻ പോകുമോ? വിൽ ഐ ഗോ. ഇനി ഞാൻ പറയില്ലേ. അപ്പോൾ എന്താ? ഫസ്റ്റ് വോണ്ട്. വോണ്ട് ഐ ടെൽ, ഞാൻ പറയില്ലേ അല്ലേ. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. അപ്പോൾ ഞാൻ പോകില്ലേ? വോണ്ട് ഐ ഗോ. ഞാൻ എഴുതില്ലേ? വോണ്ട് ഐ റൈറ്റ്. നീ എഴുതില്ലേ എങ്ങനെ ചോദിക്കും? വോണ്ട് യു റൈറ്റ്.